നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വായനാ ദിനാശംസകൾ. ഇന്ന് നാം ഒരു ദിനം ആഘോഷിക്കുക മാത്രമല്ല, മറിച്ച് ഒരു സംസ്കാരത്തെ ഓർമ്മിക്കുകയാണ്. ഒരു സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വഴികാട്ടിയായ ഒരു മഹത്തായ ശീലത്തെ ആദരിക്കുകയാണ്. അതാണ് വായന. ഒരു പുസ്തകം കയ്യിലെടുക്കുമ്പോൾ അത് സാധാരണ കുറച്ച് താളുകൾ മാത്രമാണെന്ന് തോന്നാം. എന്നാൽ അതിൻ്റെ ഓരോ പേജിലും അനേകം ജീവിതങ്ങളുണ്ട്, അനുഭവങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. ആ താളുകൾ തുറക്കുന്ന നിമിഷം കാലവും ദേശവും അതിരുകളും മറികടന്ന് ഒരു അത്ഭുത യാത്ര ആരംഭിക്കുന്നു. നാം കാണാത്ത ലോകങ്ങൾ കാണുന്നു, കണ്ടിട്ടില്ലാത്ത മനുഷ്യരെ പരിചയപ്പെടുന്നു, അനുഭവിച്ചിട്ടില്ലാത്ത വികാരങ്ങൾ അനുഭവിക്കുന്നു. ഒരു പുസ്തകം നിശബ്ദമാണെങ്കിലും അത് നമ്മുടെ മനസ്സിൽ 1000 ചിന്തകളുടെ സംഗീതം നിറയ്ക്കുന്നു. അതാണ് വായനയുടെ മാന്ത്രികത. ഒരു മനുഷ്യനെ മറ്റൊരു ഉയരത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന അത്ഭുത ശക്തി. ജൂൺ 19 കേരളത്തിന് സാധാരണ ദിനമല്ല. വായനയെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റിയ മഹാനായ PN പണിക്കർ സാറിൻ്റെ സ്മരണാദിനമാണ്. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന അദ്ദേഹത്തിൻ്റെ സന്ദേശം ഇന്നും നമ്മുടെ സമൂഹത്തിന് പ്രകാശം പകരുന്ന ദീപസ്തംഭമായി നിലകൊള്ളുന്നു. ഇന്ന് നാം ജീവിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ അതിവേഗ യുഗത്തിലാണ്. ഒരു സ്പർശനത്തിൽ തന്നെ ലോകത്തിൻ്റെ ഏത് കോണിലുമുള്ള വിവരങ്ങളും നമ്മുടെ മുന്നിലെത്തുന്നു. എന്നാൽ വിവരങ്ങളുടെ കൂമ്പാരം അറിവിൻ്റെ ആഴമാകണമെന്നില്ല. അറിവെന്നത് വെറും അറിയലല്ല, മനസ്സിലാക്കലും ചിന്തിക്കലുമാണ്. ആ ചിന്തയുടെ വിത്തുകൾ മുളപ്പിക്കുന്നത് വായനയാണ്. ഒരു നല്ല പുസ്തകം നമ്മുടെ കാഴ്ചപ്പാടുകളെ വിശാലമാക്കുന്നു, ചിന്തകളെ സമ്പന്നമാക്കുന്നു, ഹൃദയത്തെ കൂടുതൽ മാനുഷികമാക്കുന്നു. അതുകൊണ്ടാണ് വായന അറിവിലേക്കുള്ള വഴി മാത്രമല്ല, വ്യക്തിത്വത്തിലേക്കുള്ള യാത്ര കൂടിയാകുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഒരു നല്ല പുസ്തകം നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്താണ്. അതൊരിക്കലും നമ്മെ ഒറ്റപ്പെടുത്തില്ല. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അത് ആശ്വാസമാകും. സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും നിറയുമ്പോൾ അത് വഴികാട്ടിയാകും. സ്വപ്നങ്ങൾ കാണാൻ മടിക്കുന്നവർക്ക് അത് ധൈര്യത്തിൻ്റെ ചിറകുകളായി മാറും. ചരിത്രത്തിൻ്റെ താളുകൾ മറിച്ചു നോക്കിയാൽ ലോകത്തെ മാറ്റിമറിച്ച മഹാന്മാരുടെ പിന്നിൽ ഒരു പൊതു സവിശേഷത കാണാം. അവർ വായനയെ സ്നേഹിച്ചവരായിരുന്നു. കാരണം ഓരോ പുസ്തകവും ഒരു പുതിയ ഗുരുവാണ്, ഓരോ വരിയും പുതിയ അനുഭവങ്ങളാണ്, ഓരോ കഥയും ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള അവസരമാണ്. ഇന്ന് ഈ വായനാ ദിനത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. ദിവസവും കുറച്ച് സമയം വായനയ്ക്കായി മാറ്റിവെക്കാം. നമ്മുടെ വീടുകളിൽ പുസ്തകങ്ങൾക്ക് ഒരു സ്ഥാനം നൽകാം. കുട്ടികൾക്ക് പുസ്തകങ്ങൾ സമ്മാനിക്കാം. വായനയെ ഒരു ശീലമല്ല, അതിനെ ഒരു ജീവിത രീതിയാക്കാം. കാരണം ഒരു പുസ്തകം ഒരു മനുഷ്യനെ മാറ്റാം, ഒരു മനുഷ്യനെ ഒരു സമൂഹത്തെ മാറ്റാം, ഒരു സമൂഹത്തിന് ഒരു രാജ്യത്തിൻ്റെ ഭാവിയെ മാറ്റാം. അതിനാൽ നമുക്ക് വായിക്കാം. അറിവിനായി വായിക്കാം, ചിന്തയ്ക്കായി വായിക്കാം, മനുഷ്യത്വത്തിനായി വായിക്കാം, നല്ലൊരു നാളേക്കായി വായിക്കാം. പുസ്തകങ്ങൾ വെറും കടലാസുകളല്ല, മനുഷ്യരാശിയുടെ അനുഭവങ്ങളും സ്വപ്നങ്ങളും അറിവുകളും സൂക്ഷിച്ചിരിക്കുന്ന അമൂല്യ നിധികളാണ്. ആ നിധി തേടിയുള്ള നമ്മുടെ യാത്ര ഒരിക്കലും അവസാനിക്കാതിരിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ വായനാ ദിനാശംസകൾ. നന്ദി.